بسم الله الرحمن الرحيم. الحمد لله خالق المصنوعات وبارئ البريات ومدبر الكائنات ومصرف الألسن الناطقات. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വിവാഹപ്രായവും ജനനവും മരണവും അവർ നിക്കാഹ് ചെയ്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും ഏത് കൊല്ലത്തിലാണ് എത്രാമത്തെ വയസ്സിലാണ് എന്നതിലുള്ള ഗഹനമായ ചർച്ചകൾ നടക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു ചർച്ച മുസ്ലിം ലോകത്ത് ഇന്ന് ആവശ്യമില്ലാത്തതാണ്. കാരണം അത് മുഴുവനും വളരെ വ്യക്തമായി മഹാന്മാർ എഴുതി വച്ചിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നിൽ കൂടുതൽ വിവാഹം, പല വിവാഹം ചെയ്തിരുന്നത് വെറും ലൈംഗികാവശ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള ദുരാരോപണം എന്നും നിലനിൽക്കുന്നതാണ്. എന്നാൽ മഹാന്മാർ പരിശുദ്ധ ഖുർആനും ഹദീസും മനസ്സിലാക്കി അത് വിശദീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തതിന് പല താല്പര്യങ്ങളുമുണ്ട്. അതിൽ പ്രധാന താല്പര്യം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നബി തങ്ങളുടെ ഭാര്യമാർ അവരുടെ വീട്ടിൽ ഓതി കേൾപ്പിക്കപ്പെടുന്നതിന്, വീട്ടിൽ വെച്ച് അവർ പഠിക്കുന്നതിന്, പൊതുജനങ്ങൾക്ക് പുറത്തേക്ക് അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണം. അവരാണ് തങ്ങളുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എങ്ങനെയായിരിക്കണം ഒരു ഭർത്താവും ഒരു ഭാര്യയും ജീവിക്കേണ്ടത് എന്നുള്ള പ്രധാന ഭാഗങ്ങൾ, അത് നേരിട്ട് ഒരു പുരുഷനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അത് പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യമുണ്ട് ധാരാളം സ്ത്രീകളെ. ആ നിലക്ക് അതിന് അനുയോജ്യമായ ബുദ്ധിമതികളായ തൻ്റേടികളായ എല്ലാവിധ പ്രാപ്തരുമായ മഹതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്തു കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം വിവാഹം കഴിക്കലുമാണ് പതിവ്. അതിൽ അല്ലാഹു തആല നബി തങ്ങൾക്ക് സെലക്ട് ചെയ്ത ബുദ്ധി കൂർമ്മതയുള്ള, ആരോടും കാര്യങ്ങൾ നിവർന്ന് പറയാൻ ധൈര്യമുള്ള, ധൈര്യശാലിയായ, എല്ലാ പക്വതയും പാകതയുമുള്ള ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയെ അല്ലാഹു തആല സെലക്ട് ചെയ്ത് കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു. അവർ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത അവരാകുകയും ചെയ്തു. മാത്രമല്ല പരിശുദ്ധ ഇസ്ലാമിൻ്റെ നേർപകുതി ദീനീ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുമ്പോൾ ചെറുപ്രായമാണ് എന്നുള്ളതിൽ ലോകത്ത് അഭിപ്രായ വ്യത്യാസം തന്നെ ഇല്ല. മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, വതസ്വീജു അബീ ബക്കറിൻ ആയിഷത വഹിയ ബിന്തു 6 സിനീന ഖരീബും മിനൽ മുതവാതിരി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 6 വയസ്സുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവാഹം ചെയ്ത് കൊടുത്തത് മുത്തവാത്തിറാവാൻ അടുത്തായതാണ്. മഹാന്മാരായ ധാരാളം ആളുകൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആളുകളല്ല, മുത്തവാത്തിറിനോട് അടുത്തതാണ്.
ഇത് തന്നെ ബഹുമാനപ്പെട്ട ഇമാം തിബിരിയും പറയുന്നത് അത് തന്നെയാണ്. തിബിരി ഹദീസായി റിപ്പോർട്ട് ചെയ്യല്ല. തിബിരിയുടെ പ്രയോഗം തസവ്വജഹാ ഖബ്ലൽ ഹിജ്റതി ബിസലാസി സിനീൻ വഹിയ ഇബ്നതു സബ്ഇ സിനീൻ വജുമിഅ ഇലൈഹാ بعد أن هاجرت وجمع إليها بعد أن هاجر إلى المدينة وهي ابنة 9 سنين في سوال فتوفي عنها وهي ابنة 18 ولم يتزوج صلى الله عليه وسلم بكرا غيرها. തിബിരിയാണ് ഉദ്ധരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ നിക്കാഹ് ചെയ്തത് ഹിജ്റയുടെ 3 വർഷം മുമ്പാണ്. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹക്ക് 7 അടുത്ത് പ്രായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തിയതിൻ്റെ ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയുമായി നബി തങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 9 വയസ്സുണ്ടാകുമ്പോഴാണ് ശവ്വാൽ മാസത്തിൽ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 18 വയസ്സുണ്ടാകുമ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്ത്. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട തിബിരി ഈ വിഷയവുമായി വ്യക്തമായി അവർ ചരിത്രം പറഞ്ഞതായിട്ടുള്ളത്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിനെ പറ്റി തിബിരി പറഞ്ഞത് തൂഫിയത്ത് ആയിഷത്തു ലൈലത സലാസ ل17 مضت من رمضان سنة 58 ودفنت ليلتها بعد الوتر وهي يومئذ ابنة 66 سنة. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ ആയിഷ റളിയല്ലാഹു റമളാൻ 17 ചൊവ്വാഴ്ച രാവ് 58 ഹിജ്റ 58 അന്ന് തന്നെ രാത്രിയിൽ അവരുടെ ഖബറടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോഴുള്ള വയസ്സ് 66. തിബിരിയാണ് ഈ വായിക്കുന്നത്. അന്ന് വഫാത്താകുമ്പോഴുള്ള വയസ്സ് 66 ഹിജ്റ 58 അപ്പം ഹിജ്റ 58 വഫാത്താകുമ്പോൾ 66 വയസ്സാകുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വയസ്സ് ജനന തിബിരി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിൻ്റെ 8 വർഷം മുമ്പ് 58 കൂടുമ്പോഴല്ല 66 ആവുള്ളൂ. പിന്നെ നബുവത്തിൻ്റെ മുമ്പ് തിബിരി പറഞ്ഞു എന്ന് പറയാം. പിന്നെ തിബിരി പറഞ്ഞു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇബാറത്ത് തിബിരിയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തെറ്റായി അർത്ഥം വെക്കുകയാണ്. എല്ലാവർക്കും അറിയാം, ഞാനീ പറയുന്നത് ഒരു പ്രഭാഷകനായ റഹ്മത്തുള്ളാഹി കാസിമി എന്ന ആളാണ് ഈ വിഷയത്തിൽ വളരെ മോശമായി സംസാരിച്ചിട്ടുള്ളത്. എന്തോ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണെന്ന് തോന്നും. പക്ഷേ അദ്ദേഹത്തിൻ്റെ TV ചാനലിലുള്ള ആ ഒരു ചർച്ച അദ്ദേഹം പിൻവലിച്ച മാതിരി തോന്നുന്നുണ്ട്. എന്നാലും അദ്ദേഹത്തിൻ്റെ നിറവ് എന്ന പുസ്തകം അടിസ്ഥാനമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. വളരെ അബദ്ധജടിലമായ പുസ്തകമാണത്. എന്തെല്ലാം തോന്നിവാസാണ് അതിൽ എഴുതി വച്ചിട്ടുള്ളത്. തിബിരിൻ്റെ ചരിത്രം, തിബിരി ഈ വിഷയത്തെ പറ്റി പറഞ്ഞത് ചരിത്രമാണ് ഞാൻ പറയുന്നത്. ആയിഷ ബീവിയുടെ ജനനം, മരണം, വിവാഹം ചെയ്തത് മുഴുവനും വ്യക്തമായി അക്കമിട്ട് പറഞ്ഞു. വഫാത്തും പറഞ്ഞു, വഫാത്തിൻ്റെ അന്നത്തെ വയസ്സും പറഞ്ഞു, ഡേറ്റും പറഞ്ഞു. അങ്ങനെ വഫാത്തിൻ്റെ ഡേറ്റും വയസ്സും കൊല്ലും കിട്ടിയാൽ അവിടുന്ന് അങ്ങോട്ട് 66 കൂട്ടിയാൽ പോരെ. എന്നാ തീരെ എന്നാ ജനിച്ചത് എന്നുള്ളത്. എന്നാൽ തിബിരിയിലുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബുവത്തിൻ്റെ മുമ്പ് ജനിച്ചിട്ടുണ്ട് എന്നൊക്കെ തെളിവാതിരിക്കുന്ന ഹദീസ് ഒരു പ്രയോഗം. ആ പ്രയോഗം അർത്ഥം വെച്ച് തെറ്റിയതാണ്. തിബിരിൻ്റെ പ്രയോഗം ഞാൻ വായിക്കാം. ഫകുല്ലു ഹൗലാഇൽ അർബഅ
മിൻ ഔലാദിഹി ഉലിദു മിൻ സൗജതൈഹി അല്ലതൈനി സമ്മൈനാഹുമാ ഫിൽ ജാഹിലിയ. അവിടെ കാസിമിക്ക് പറ്റിയ തെറ്റ് ഫിൽ ജാഹിലിയ എന്നതിൻ്റെ മുതഅല്ലഖ് ഉലിദുവിനോടാക്കി. അപ്പം ജാഹിലിയത്തിൽ പ്രസവിക്കപ്പെട്ടവർ, നുബുവത്തിൻ്റെ പ്രസവിക്കപ്പെട്ടവർ എന്നർത്ഥം വെച്ചു. ഞങ്ങളുടെ തിബിരിൻ്റെ മുകളിലും താഴും നോക്കിയാൽ തിരിയും. അതിൻ്റെ ശേഷം പറയാൻ പോകുന്ന ആയിഷാ ബീവിയുടെ ചരിത്രവുമായി ഒരു എതിരുമില്ല. എന്താ അർത്ഥം? തിബിരി എന്താണ് ചെയ്യുന്നത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുത്ത് സിദ്ദീഖുൽ അക്ബറിൻ്റെ വിവാഹങ്ങൾ പറയാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നതിൻ്റെ നുബുവത്തിൻ്റെ മുമ്പ് വിവാഹം ചെയ്തവരാരൊക്കെ, നുബുവത്തിൻ്റെ ശേഷം വിവാഹം ചെയ്ത സ്ത്രീകൾ ആരൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് ചർച്ച ചെയ്യാണ്. തുടക്കം തന്നെ എങ്ങനെയാണ്? തസവ്വജ അബൂബക്കറിൻ ഫിൽ ജാഹിലിയ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞത് എന്താ? ഇസ്ലാമിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തതിനോ തസവ്വജ അയ്ളൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഇസ്ലാമിൽ ഇന്നാലിന്ന അസ്മാന കല്യാണം കഴിച്ചോട് പിന്നീട് പറയാണ്. അതാ തസവ്വജ ഫിൽ ഇസ്ലാമി അസ്മാ ബിൻത് ഉമൈസ്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലായി കല്യാണം കഴിച്ചത് ഏത്? മുസ്ലിം ആവുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചത് എന്നാ ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് പറഞ്ഞത് ഫകുല്ലു ഹൗലാഇൽ അർബഅ. ആദ്യത്തെ ഭാര്യയിലും ഉമ്മു റൂമാനുമായിട്ട് ഈ രണ്ട് കുട്ടികളുണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹി അസ്മാവും ആദ്യം കഴിച്ചതിൽ. പിന്നെ ഉമ്മു റൂമാലുണ്ടായിട്ട് അബ്ദുറഹ്മാനും ആയിഷയും റളിയല്ലാഹു അൻഹും. അവരെ സംബന്ധിച്ച് പറയുകയാണ്, ഈ 4 മക്കളും ഉലിദു മിൻ സൗജതൈഹി അല്ലതൈനി സമ്മൈനാഹുമാ ഫിൽ ജാഹിലിയ. ജാഹിലിയാത്ത് കാലത്ത് കല്യാണം കഴിച്ചു എന്ന് നമ്മൾ പറഞ്ഞ ആ 2 ഭാര്യമാരിലുണ്ടായവളാണ്. അതിനർത്ഥം ഫിൽ ജാഹിലിയൻ്റെ അർത്ഥം ജാഹിലിയ കാലത്ത് കല്യാണം കഴിച്ചതായ 2 പെണ്ണുങ്ങളിലാണ് ഈ 4 കുട്ടികളുണ്ടായിട്ടുള്ളത്. എന്നിട്ട് അത് വികലമാക്കുകയാണ്. ഫിൽ ജാഹിലിയ എന്ന് പറഞ്ഞാൽ ജാഹിലിയാത്ത് പ്രസവിക്കപ്പെട്ടവരാണ്. എന്നിട്ട് ശേഷം പറയുന്ന എല്ലാ സിദ്ദീഖുള്ളാഹിന്റെ മക്കളുടെ ചരിത്രം മുഴുവനും തെറ്റാണ് എന്ന് പറഞ്ഞ കോലത്തിൽ. എന്നിട്ട് ഡാറ്റയാണ് എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് ഓരോരോ തോന്നിയ സഭ എന്ത് ഡാറ്റ? ഇത് വ്യക്തമായി നസ്സായി പറഞ്ഞ സംഭവമല്ലേ? അതിലെന്ത് ഞങ്ങളവിടെ എന്താ ഒപ്പിക്കാൻ വേറെ എന്താ ഉള്ളത്? ലോകത്ത് ചരിത്രത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അത്രയും പ്രാധാന്യമുള്ളവരായതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അതോടുകൂടെ റസൂലുള്ളാഹി തങ്ങൾ അവരെ വിവാഹം ചെയ്യുന്ന പ്രായം ഖരീബും മിനൽ മുതവാത്തിറാണ്. അതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നില്ല. എന്തിന് കുട്ടിയെ നിക്കാഹ് ചെയ്തു എന്ന് എനിക്ക് ഇമാമിങ്ങൾ വ്യക്തമായി മറുപടി പറയുകയും ഇനിയും അതിനെ സംബന്ധിച്ചമായ ചർച്ചകൾ വരാനിരിക്കുന്നുണ്ട്. ആ നിലക്ക് വിവാഹം ചെയ്യുകയും നല്ല ഒരു പണ്ഡിതയാക്കി മാറ്റുകയും ചെയ്തു. അത് ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാതെയായി വരികയും ചെയ്തിരുന്നു. ഇത് ഈ പറയുന്ന കാസിമിയും അത് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അവിടെ കണ്ടുപിടുത്താണ് പറ്റാത്തത്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, ആ നിറവ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ, ഡേവിഡ് സാമുവൽ 1858 ജനിച്ച് 1940 മരിച്ച ആ ഡേവിഡ് സാമുവൽ എന്ന് രചിച്ച 1905 പ്രസിദ്ധീകരിക്കപ്പെട്ട ഇസ്ലാം വിമർശന ഗ്രന്ഥമായ മുഹമ്മദ് ആൻഡ് ദ റൈസ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ 6 വയസ്സിൽ നിക്കാഹ് ചെയ്തു, 9-ാം വയസ്സിൽ വീട്ടിൽ കൂടി എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോശക്കാരനാണ് അതുകൊണ്ട് എന്ന് വിമർശനം വരുന്നത് ഈ പറയുന്ന 1905 120 കൊല്ലം മുമ്പാണ്. അതിന് മുമ്പായിട്ട് വിമർശനം തന്നെ ഇല്ല. എന്തുകൊണ്ട് വിമർശനം ഉണ്ടായില്ല? വിമർശകരില്ലാത്തത് കൊണ്ടാണോ? നബി തങ്ങൾക്ക് എന്തെല്ലാം വിമർശനം ഒരാൾക്ക് വിമർശിക്കാൻ പറ്റുമോ അത് മുഴുവനും വിമർശിക്കുമല്ലോ.
പക്ഷേ ഇമാമിങ്ങൾ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ 9 വയസ്സാകുമ്പോൾ വളരെ പക്വമതിയായ ശാരീരിക വളർച്ച എത്തിയതായ എല്ലാ നിലക്കും പറ്റുന്നതാണ്. ഇമാം നബി അവിടെ ശറഹ് മുസ്ലിമിൽ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ എപ്പോഴാണ് അവിടെ പറയുന്നത്? പ്രായം അത് പ്രശ്നമല്ല. ഇന്ന പ്രായത്തിൽ ബന്ധപ്പെടാമെന്ന് നിശ്ചയിക്കപ്പെടാൻ പറ്റുന്നതല്ല. ഒരു സ്ത്രീ അതിനിക്ക് പക്വത വരുമ്പോൾ, അതിനിക്ക് പാകമാകുമ്പോൾ, അവരുടെ ശരീരഘടന അത് അനുവദിക്കുമ്പോൾ അത് പറ്റും. അത് 9 വയസ്സോ 10 വയസ്സോ 20 വയസ്സോ 30 വയസ്സോ, ഒരു സ്ത്രീ 40 വയസ്സായി ലൈംഗികരമായി ബന്ധപ്പെടാൻ പറ്റിയ അവസ്ഥയിലല്ലെങ്കിൽ പാടില്ല. പുതാപ്പള്ളിയെ കൊള ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമുള്ളത്. വയസ്സ് കണക്കാക്കാൻ പറ്റൂല. എന്നാൽ 9 വയസ്സിലോ 10 വയസ്സിലോ അതിനിക്ക് പക്വതയും പാകതയും എത്തുകയും രക്ഷിതാക്കൾക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്താൽ, നബി തങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പ് തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് എത്ര വട്ടം ആവശ്യപ്പെട്ടുണ്ട്, എന്താ നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയാൽ? നബി തങ്ങൾ പല കാരണങ്ങളും പറഞ്ഞു ഒഴിയലായിരുന്നു. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനക്ക് പക്വതയായപ്പോൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇത് ഖാസിമീൻ പറയുന്നുണ്ട് 1905 ഇതിനോ വിമർശനം വന്നിട്ടുള്ളൂ ലോകത്താദ്യമായിട്ട്. പിന്നീടാണ് പറയുന്നത് ഈ വിമർശനം തടുക്കാൻ 2 അമേരിക്കക്കാർ, ഒരു അമേരിക്കക്കാരത്തി ഈ വിമർശനം വന്നതിനു ശേഷം അമേരിക്കൻ ചരിത്രകാരി ദ ഡേനിസ് മരണം 1952 രചിച്ച 1994 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായം 19നും 20നും ഇടക്കാണ് എന്ന് കൃത്യപ്പെടുത്തുന്ന പ്രമാണങ്ങൾക്കാണ് ആധികാരികതയുള്ളത് എന്നും, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തെ സംബന്ധിച്ച് അതുവരെയുള്ള പണ്ഡിതന്മാരൊന്നും ശരിക്ക് പഠനം നടത്തി തിട്ടപ്പെടുത്തിയില്ല എന്നും, അവർ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലക്കുള്ള ചരിത്രം വികലമാക്കി എഴുതുകയും ചെയ്തു എന്ന് ആ പെണ്ണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതാ കാര്യം, ലോകത്ത് ഇസ്ലാമിൽ ആയിഷാബിയിൽ ചരിത്രം ഒന്നുമില്ല, ഓള് കണ്ടുപിടിച്ചതാണ് ശരി, 22 വയസ്സ് എന്ന് പറയണം, അല്ലെങ്കിൽ 19-20 പറയണം, ഓള് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മളും പറയണം എന്നപ്പോൾ ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ ഒരു അമേരിക്കൻ ചരിത്രകാരനായ ജോനാഥൻ 1977 മരിച്ച ആളാണ്. അയാൾ രചിച്ച പുസ്തകത്തിലും നബി സല്ലല്ലാഹു ആയിഷ റളിയല്ലാഹു അൻഹുവിനിക്ക് 10-ൽ കൂടുതൽ വയസ്സുണ്ടായിരുന്നു എന്നും 6-ൽ നിക്കാഹ് എന്നതും 9-ൽ കൂട്ടിക്കൊണ്ടുപോയി എന്നതും തെറ്റുകൾ അടിസ്ഥാനമായി രചിച്ചതാണെന്നും അയാളും പ്രസ്താവിച്ചിട്ടുണ്ട്. നബി തങ്ങൾക്ക് 10-ലേറെ വയസ്സുണ്ടാവണം ഏതായാലും ആയിഷ ബീവിക്ക് എന്നുള്ളതാണ് ശരിയെന്ന് ഈ പറഞ്ഞ ജനതനും പറഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടാളും പറഞ്ഞതാണ് അടിസ്ഥാനം എന്നാണ് പറഞ്ഞത്. വേറെ ഒരു അടിസ്ഥാനവും ഈ പുസ്തകത്തിൽ പറയണില്ല. നേരത്തെ പറഞ്ഞ തിബിരിൻ്റെ വാക്ക് വികലമായി അർത്ഥം വെച്ചിട്ട് അത് തെളിവാണ്. തിബിരി അതിൻ്റെ ഇപ്പുറം ഓരോന്നും ജനനവും മരണവും മരിപ്പോൾ ഉണ്ടാകുന്ന പ്രായവും ഒക്കെ പറയുന്നുണ്ട് ആയിഷ ബീവിൻ്റെ. എന്ന് കൂട്ടിക്കൊണ്ടുപോയി, എന്ന് നിക്കാഹ് ചെയ്തു എന്നതൊക്കെ പറയുന്നുണ്ട്. ആയിഷ ബീവിൻ്റെ പക്വതയും വിശദീകരിക്കുന്നുണ്ട്. അതൊന്നും തെളിവല്ല. ഈ തെറ്റായി അർത്ഥം വെച്ചിട്ട് തെളിവ് പറയണം. എന്നിട്ട് ഇവർ രണ്ട് കാഫിര്യങ്ങൾക്ക് തെളിവായിട്ട് ഉദ്ധരിക്കണം. എന്തൊരു വിരോധാഭാസമാണിത്. വിമർശനം വന്നതിൻ്റെ ശേഷം ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളെ ചോദ്യം ചെയ്യുന്ന നിലക്ക് ചരിത്രം മാറ്റിമറിക്കണമെന്നും, ഇസ്ലാമിൽ കിതാബുകളുള്ളത് ബുഖാരിയിലും മുസ്ലിമിലും മറ്റ് എല്ലാ ചരിത്രകാരന്മാരെഴുതിയതും തെറ്റാണെന്ന് പറയുകയും വേണം. ഇത് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി മുസ്ലിം വേഷം കെട്ടി വരുന്നവരെന്നല്ല എന്താ അതിനെ പറ്റി പറയാം. അത് നമുക്ക് അടിസ്ഥാനമാക്കാൻ പറ്റുമോ? നമുക്ക് അടിസ്ഥാനമാക്കേണ്ടത് നമ്മുടെ ഖുർആനിലും ഹദീസിലും അല്ല. അത് അറിഞ്ഞ ഇമാമിങ്ങളും എന്ത് പറഞ്ഞോ അതല്ലേ. എന്നിട്ട് ഇവിടെ ചരിത്രം നടന്നില്ല, പഠനം നടന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താ പഠനം നടക്കാത്തത്? ഖാസിമിൻ്റെ പുസ്തകങ്ങൾ ഓരോരോ വായിച്ചിട്ട് ആ നിറവ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ആയിഷ ബിൻത്ത് അബൂബക്കർ, ആയിഷ ബിൻത്ത് അബീബക്കർ എന്ന് പറയുന്ന ആ ഹെഡിങ്ങിലാണ്. ഇത് കണ്ടാൽ തന്നെ, ആ പുസ്തകം കണ്ടാൽ തന്നെ
കുറേ ഇംഗ്ലീഷും കുറേ മലയാളവും ആയിഷാബീൻ്റെ പേരൊന്നും മലയാളത്തിൽ എഴുതാൻ കഴിയാത്തമാരുണ്ട്. ഇംഗ്ലീഷിൽ എഴുതാൻ പൂർത്തിയാവുമോ? അങ്ങനെ ഏതോ ഒരു AI-ൻ്റെ സഹായത്തോടു കൂടെ എഴുതിയതാണോ എന്ന് തോന്നൽക്കുള്ള പുസ്തകമാണ്, ഒരാകർഷണീയമല്ല. ഏതായാലും ആ പുസ്തകത്തിൽ ആയിഷാബീവിനെ സംബന്ധിച്ച് പറഞ്ഞ തുടക്കത്തിൽ തന്നെ പറഞ്ഞെന്താ, മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം ആദ്യ കാലഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയോ ഇത് വിവാദമായിത്തീരുന്ന ഈ അടുത്ത കാലം വരെ മുസ്ലിം പണ്ഡിതർ ഇത് തിട്ടപ്പെടുത്തുകയോ ചെയ്തില്ല എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. നിറവ് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ 111 പേജാണത്. അതിൽ വർത്താനാണിപ്പോൾ. വിവാദമാകുന്നത് വരെ ചിട്ടപ്പെടുത്തിയിട്ടേ ഇല്ല. അത് ചരിത്ര വസ്തുതയാണേരോ. എവിടുന്ന് എങ്ങനെയാണ് പഠിച്ചവൻ ഇങ്ങനെ പറയാൻ ഒരു മനുഷ്യനിക്ക് കഴിയുക? ഏതെങ്കിലും കിതാബുകൾ കാണാതല്ലല്ലോ ഈ പറയുന്നത്, ഒക്കെ തിട്ടപ്പെടുത്തിയതല്ലേ. ആയിഷ റളിയല്ലാഹു തന്നെ പറയുന്നുണ്ട്, ആയിഷ ബീവിൻ്റെ ജനനം പറയാൻ ഏറ്റവും അനുയോജ്യ ആയിഷ ബീവി അല്ലേ? അവരുടെ ചരിത്രം പറയേണ്ടത് ആയിഷ ബീവി ആണല്ലോ, അതല്ലേ ഏറ്റവും ആദ്യകാലം. അപ്പോൾ ആ ചരിത്രത്തിൻ്റെ ഉടമ തന്നെ വിശദീകരിക്കുന്നു. വഹദ്ദസനാ അബ്ദു ബിൻ ഹുമൈദ്, മുസ്ലിമാണ് ഉദ്ധരിക്കുന്നത്. അഖ്ബർനാ അബ്ദുർ റസാഖ് ഖാല അഖ്ബർനാ മഅ്മറുൻ അൻ സുഹരി അൻ ഉർവത അൻ ആയിഷത റളിയല്ലാഹു അൻഹാ വഅൻഹും أن النبي صلى الله عليه وسلم تزوجها وهي بنت 7 سنين وزفت إليه وهي بنت 9 سنين ولعبها معها ومات عنها وهي بنت 18. മുസ്ലിമിലെ 1422 ഹദീസാണിത്. എന്താ ഈ സനത് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം, മൂപ്പര് പിന്നെ പറയേണ്ടത് ഹിഷാം ബിൻ ഉർവയെ തൊട്ട് മാത്രമേ ഹദീസ് റിപ്പോർട്ടുള്ളൂ. അയാൾക്ക് വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുണ്ടായ കാലത്താണ് ഹിഷാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് അവിടെ തള്ളണം, അതീവ ബലഹീനാണെന്നൊക്കെ പറയുന്നുണ്ട്. മാഷാ നഅൂദുബില്ല. അപ്പോൾ അത് പറയേണ്ട ഹിഷാമല്ലാത്ത ഹദീസിനെ തുടക്കത്തിൽ ഞാൻ കൊണ്ടുവന്ന അതിനാണ്. ഹിഷാമിൻ്റെ ഹദീസ് ധാരാളം ഇല്ലാത്തത് കൊണ്ടല്ല, മുത്തവാത്തിറല്ലേ. എന്താ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തസവ്വജഹ, ആയിഷ ബീവിയാ പറഞ്ഞത്. എന്താ മറ്റേ ഹുദൂറിൽ നിന്ന് വൈബത്തിലേക്ക് തെറ്റിയിട്ട് ഇൽത്തിഫാത്ത തസവ്വജഹ, ആയിഷ ബീവിയെ റസൂലുള്ളാഹി കല്യാണം കഴിച്ചു. ആയിഷ ബീവിയാ പറഞ്ഞത്. ആയിഷയെ നബി തങ്ങൾ കല്യാണം കഴിച്ചു. വഹിയ ബിൻതു 7 സിനീൻ, അവർക്ക് 7 വയസ്സായപ്പോഴാണ്. വസുഫത്ത് ഇലൈഹി, ആയിഷയെ നബി തങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകപ്പെട്ടു, പുതുനാരിയായി ചമയിച്ചു കൊണ്ടുപോകപ്പെട്ടു. വഹിയ ബിൻതു 9 സിനീൻ, അവർ 9 വയസ്സാകുമ്പോൾ. എന്നിട്ട് ആയിഷ ബീവി പ്രത്യേകം പറയാണ്, വലുഅബുഹാ മഅഹാ, ആയിഷ ബീവി കളിക്കാൻ ഉപയോഗിക്കുന്ന ടോയ്സുകൾ അവരോട് കൂടെ ഉണ്ടായിരുന്നു. നബി തങ്ങളെ വീട്ടിലേക്ക് പോകുമ്പോൾ ടോയ്സും കൊണ്ടാ പോയിരുന്നത്. വമാത അൻഹാ വഹിയ ബിൻതു 18. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ ബീവിക്ക് 18 വയസ്സാണ്. 18 വയസ്സേ ആയിട്ടുള്ളൂ നബി തങ്ങൾ വഫാത്താകുമ്പോൾ. അതിനാണ് കണക്ക് കൂട്ടിയാൽ മതി. ആയിഷ ബീവി നബി തങ്ങൾ മദീനത്ത് നിന്നത് 10 വർഷം, പിന്നെ അതിൻ്റെ മുമ്പ് 8 വർഷവും. അപ്പോൾ ഹിജ്റയുടെ 8 വർഷം മുമ്പ്, നബുവത്തിൻ്റെ 5 കൊല്ലം കഴിഞ്ഞിട്ട്. അത് കണക്കൂട്ട ആർക്കാ പണി? ഇത് മുസ്ലിമിൻ്റെ ഹദീസാണ്. എന്നിട്ട് ആയിഷ ബീവിൻ്റെ ജനനത്തെ പറ്റി ഇതുവരെ ആയിഷ ബീവിൻ്റെ ജനനോ മരണോ താരീഖോ ഒന്നും മുസ്ലിം ലോകത്ത് കണക്കൂട്ടിയിട്ടില്ല എന്നുള്ള ചരിത്ര വസ്തുതയാണ്. ഇത് മുസ്ലിമിലാണ്, ബുഖാരിയിലുണ്ട്, സിഹാവുസിത്തൻ്റെ ഹദീസുകളിലുണ്ട്, സിഹാവുസിത്തല്ല തുബ്രാനിയിലുണ്ട്, മറ്റുള്ള സുനനുൽ കുബ്രയിലുണ്ട്, ശുഅബുൽ ഈമാനിലുണ്ട്, എല്ലായിടത്തും ഉണ്ട് ഈ ഹദീസ്. മുസ്ലിമീങ്ങൾ ഹദീസിൻ്റെ കിതാബിൽ എവിടെയാണ് ഈ ഹദീസ് ഇല്ലാത്തത്? വെറുതെ ആണോ? മുത്തവാത്തിലാണ് ഇമാമിങ്ങൾ പറഞ്ഞത്. കാസിമി അദ്ദേഹത്തിൻ്റെ നിറവിൽ പറയുന്നത് 111 പേജ്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ യുടെ വിവാഹപ്രായം 13, 14, 15, 21 അതിലധികമോ
ആയി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതായി കാണാം. ചില പ്രാമാണിക തെളിവുകൾ ചുവടെ കൊടുക്കുന്നു. അതിൽപ്പെട്ട ഒന്ന് സീറത്തു ഇബ്നു ഹിഷാം, താരീഖു തിബിരി, തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ നബവി, ഇബ്നു കസീർ അൽ ബിദായത്തു വൻ നിഹായ, ഇങ്ങനെയുള്ള കിതാബുകളെല്ലാം ആ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആയിഷ ബീവിയുടെ ഉമ്മു റൂമാൻ ആയിഷ ബീവിയെ പ്രസവിക്കുന്നത് നുബുവത്തിൻ്റെ മുമ്പാണ് എന്ന് തിബിരിയിലുണ്ട്, തഹ്ദീബിലുണ്ട്. ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള തെളിവ്. ഈ കിതാബുകളിൽ ഇങ്ങനെയുള്ള ഒരു റിവായത്ത് തന്നെ ഇല്ല. റിവായത്ത് ഉണ്ട് കണ്ടിട്ട് ഈ പറഞ്ഞ പേജ് നമ്പർ പറയണം, അല്ലെങ്കിൽ ഉദ്ധരിക്കണം. നമ്മളത് കുറേ പരിശോധിച്ചു, എവിടെയും ഈ കിതാബുകളൊന്നുമില്ല. സീറത്തു ഇബ്നു ഹിഷാമിൽ ആയിഷ ബീവിൻ്റെ വിവാഹം പറഞ്ഞു കൊടുത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ അതേമാതിരി തന്നെയാണ്. ഖരീബും മുത്തവാത്തിറായ അതേ റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതേമാതിരി എഴുതിയിരിക്കുകയാണ്, റിപ്പോർട്ടായിട്ട് വല്ല ഒരു ചരിത്രം എഴുതിയിരിക്കുകയാണ്. തിബിരി ഞാൻ നേരത്തെ വായിച്ചു. തസവ്വജഹ ഖബ്ല ഹിജ്റതി ബിസലാസിനീൻ എന്ന് പറഞ്ഞിട്ടുള്ള വിശദമായ റിപ്പോർട്ട് ഞാൻ വായിച്ചു, ഞാൻ ആവർത്തിക്കണില്ല. അതുപോലെ തഹ്ദീബുൽ അസ്മാഉൽ ലുഗാത്തിൽ നബി ഇമാമിൻ്റെ കിതാബാണത്. നബി ഇമാം അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 7ാമത്തെ വയസ്സിലാണ് ആ നിക്കാഹ് ചെയ്യുന്നത്, 7-ലാണോ 6-ലാണോ അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ട്. എന്നിട്ട് പറയും ഒപ്പിക്കുന്നുമുണ്ട്. 6ൻ്റെ അവസാനത്തിൽ 7ലേക്ക് പ്രവേശിച്ചിട്ടുള്ളൂ, 7 തികയുന്നതിൻ്റെ 6 കഴിഞ്ഞു, 7ക്ക് പ്രവേശിക്കലോട് കൂടെ 7 തികയുന്നതിൻ്റെ മുമ്പ് എന്നൊക്കെ ആയിട്ടുള്ള വിശദീകരണങ്ങൾ നടക്കുന്നുണ്ട്. ജമ്മയിനൊക്കെ ഉണ്ട് അവിടെ. അതിലാ വിഷയം 6-ലോ 7-ലോ അഭിപ്രായ വ്യത്യാസം അവിടെ പറഞ്ഞത്. അതുപോലെ ഇബ്നു കസീർ ഉള്ളത് തിബിരിയുടെ അതേ ഇബാറത്താണ്. അതിലൊന്നും അതിനെതിരായിട്ടില്ല. എനിക്ക് തോന്നുന്നത് മൂപ്പര് AI-നോട് ചോദിച്ചിരിക്കുക എന്നാണ് തോന്നുന്നത്. അപ്പോൾ AI-ക്ക് അന്തല്ലല്ലോ, ഏതൊക്കെ കിതാബുകളാണ് പേര് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞത് ഇവിടെയാണ് ഉദ്ധരിച്ചതാണ്, എന്നല്ലാതെ അതൊന്നും പരിശോധിച്ചതല്ല. പിന്നെ ഉമ്മു റൂമാൻ ആയിഷ ബീവിയെയും സഹോദരനെയും പ്രസവിച്ചത് ഹിജ്റൻ്റെ മുമ്പാണ് എന്നുള്ള റിപ്പോർട്ട് എന്നുള്ളത് അദ്ദേഹത്തിനക്ക് അർത്ഥം മനസ്സിലാവാതെ തെറ്റിദ്ധരിച്ച് വെച്ചുപോയതാണ്. ആ ഫിൽ ജാഹിലിയ്യൻ്റെ മുതഅല്ലഖ് പേച്ചതാണ്. ആ മുതഅല്ലഖ് പേച്ചത് കൊണ്ടാണ് ബാക്കിയുള്ളത് മുഴുവനും തെറ്റാണെന്ന് പറയേണ്ടി വന്നത്. പിന്നെ ഡാറ്റയാണ് കണ്ട് എത്തുന്ന ഡാറ്റ വ്യക്തമായി സ്വരീഹായി ഭാരത്തല്ലേ. അതിനെന്താ പിടിച്ചെടുക്കാനുള്ള, എന്താ ജമ്മ ചെയ്യാനുള്ളത്? ഞങ്ങളൊന്ന് ജമ്മ ചെയ്യേ. ഡാറ്റ എന്ന് പറഞ്ഞത് ജമ്മയിലെങ്ങനെ നുബുവത്തിൻ്റെ മുമ്പ് പ്രസവിച്ചു, നബി തങ്ങൾ കല്യാണം കഴിച്ചത് 7-ാം വയസ്സിലാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജമ്മ ചെയ്യുക? അത് ജമ്മ ഉണ്ടാവില്ല. ഇമാങ്ങൾ അവിടെ പിന്നെ ജമ്മയോടത്ത് ഇമാം ബുഖാരിയുടെ വലതും റിപ്പോർട്ട് ചെയ്തൊക്കെ ഇമാമിങ്ങൾ ജമ്മ ചെയ്തിട്ടുണ്ട്. ഇവിടെ 22 വയസ്സായ ആയിഷ ബീവിനെ കല്യാണം കഴിച്ചത് 9-ാം വയസ്സിലാണ് വീട്ടിൽ കൊണ്ടുപോയതാണ്. എങ്ങനെ ജമ്മ ചെയ്യുക? എന്ത് ജമ്മാണത്? അങ്ങനെ കുറേ എന്തെങ്കിലും ഡാറ്റ എന്നും മറ്റേ ഇൻഫോർമൻസ് ഒന്നും പറഞ്ഞുകൊണ്ടൊന്നും സംഗതി നടക്കൂല. കാര്യങ്ങൾ പറയണം, ഇന്നതാണ് അവിടെ ഉള്ളത്, ആ ഹദീസിന് നിൽക്കണം, അവിടെ അർത്ഥം വെക്കേണ്ടതെന്ന് പറയണം. കാരണം തഹ്ദീബിലും ഇല്ല, തിബിരിയിലും ഇല്ല, ഒരു കിതാബിലും ഇല്ലാത്തത് ആ കിതാബിലുണ്ട് എന്നാണ് പറയുന്നത്. മുസ്ലിം ലോകത്ത് ചർച്ച ഉണ്ട്, പല വയസ്സുണ്ട്. അതാ 2 ഇംഗ്ലീഷുകാർ, ഒരു പെണ്ണും ഒരു ആണും അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓലാണ് പറഞ്ഞത്. അതും അടുത്ത കാലത്താണ്, വിമർശനം വന്നതിൻ്റെ ശേഷമാണ്. അവരതിന് മറുപടി കണ്ടെത്തിയത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെ ആയ പരിശുദ്ധ ബുഖാരിയെയും മുസ്ലിമിനെയും നമ്മുടെ സിഹാബിസത്തെയും തള്ളാനാണ്. അതൊക്കെയുള്ള തെറ്റാണ്, നുണയാണ് എഴുതിച്ചത് പറയാനാണ് അവരങ്ങനെ വയസ്സ് കൂട്ടി പറഞ്ഞത്. അവർ ഇസ്ലാം സ്നേഹികളല്ല. അവിടെ പോക്കെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ. തിബിരി പറഞ്ഞ ഞാൻ നേരത്തെ വായിച്ചു. വഖാല മുഹമ്മദ് ബിൻ ഉമർ توفيت عائشة ليلة 3 ل17 مضت من رمضان سنة 58 ودفنت من ليلتها بعد الوتر وهو يومئذ ابنة 66 سنة. ആയിഷ റളിയല്ലാഹു അൻഹ 66 വയസ്സുണ്ടാകുന്ന കാലത്ത് ഉണ്ടാവുന്ന സമയത്ത് ഹിജ്റ 58-ലാണ് വഫാത്തായത്. ഹിജ്റ 58 വഫാത്താവുമ്പം 66 വയസ്സാ കൃത്യമായി പറഞ്ഞതാണ്. ഇതിലെന്താ വേറൊന്ന് പിടിച്ചെടുക്കുക? അതാണ് തിബിരിയിലുള്ളത്. എന്നിട്ട് ഒരു ഇബാറത്ത് തെറ്റായി മനസ്സിലാക്കിയിട്ട് അതാണ് തെളിവ് എന്ന് പറയും. ബാക്കിയുള്ളൊക്കെ തെളിവല്ല. ഇതൊന്നും കൺകൂട്ടിയാൽ പോരെ. 58 ഹിജ്റ 58 വഫാത്താവുമ്പോൾ 66 വയസ്സുണ്ടെങ്കിൽ ഹിജ്റൻ്റെ എത്ര ദിവസം മുമ്പായിരിക്കും വഫാത്താകുക? അതൊന്നും കണക്കൂട്ടാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടി വരില്ല. ഇതിൻ്റെ എതിര് പറഞ്ഞ ആർക്കും തിരിയില്ല. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം
ആയിഷ റളിയല്ലാഹു അൻഹ നേരിട്ട് പറഞ്ഞതോ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയതോ ഒന്നുമല്ല. രണ്ട് അമേരിക്കക്കാർ, ഒരു പെണ്ണും ഒരു സ്ത്രീ ഒരു പുരുഷനും, അവർ കണക്കൂട്ടി പറഞ്ഞതായിരിക്കണം ശരി എന്ന കണക്കിന് വേണ്ടി ഇയാൾ പറയുന്നൊരു വർത്താനം. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ 100 വയസ്സാണ്. ആ വഫാത്താകുന്നത് 73-ലുമാണ്. ആയിഷ അസ്മാ ബീവിയും ആയിഷ റളിയല്ലാഹു അൻഹ തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം 10 വയസ്സാണ് എന്നുമുണ്ട്. അപ്പോൾ 73-ൽ വഫാത്താകുമ്പം 100 വയസ്സുള്ള അസ്മയാണെങ്കിൽ ജനിക്കുന്നത് ഹിജ്റയുടെ 27 വർഷം മുമ്പാണ്. അപ്പം ആയിഷ ബീവി ജനിക്കേണ്ടത് ഹിജ്റയുടെ 27 വർഷം മുമ്പ്, ഹിജ്റയുടെ 27 വർഷം മുമ്പ്. അപ്പോൾ ആയിഷ ബീവി ജനിക്കേണ്ടത് ഹിജ്റയുടെ 17 വർഷം മുമ്പാണ്. അപ്പോൾ നിക്കാഹ് ചെയ്യുമ്പം ആയിഷ ബീവിക്ക് 15 വയസ്സ് ഏതായാലും ആയിട്ടുണ്ട്. ഇങ്ങനെ കണക്കൂട്ടുന്നത് ഇത് എന്തൊരു അബദ്ധമാണ് ഈ കണക്ക്. യഥാർത്ഥത്തിൽ തിരിച്ച് കണക്കൂട്ടിക്കൂടെ. ഇങ്ങനെയും കിതാബുകളിൽ മാത്രമല്ല കൂടുതൽ റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനല്ലേ. എന്താ, ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് ഹിജ്റ 58-ലാണ്. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹക്ക് 66 വയസ്സാണ്. ഇത് റിപ്പോർട്ട് നമ്മൾ വായിച്ചതല്ലേ, എല്ലാ കിതാബുള്ള വിഷയമല്ലേ ആയിഷാവിനെ പറ്റി പറഞ്ഞു കൊടുത്ത്. ആധികാരികതയോട് കൂടെ പറഞ്ഞൊരു കണക്കാണിത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ഹിജ്റ 58-ല്, അന്ന് വയസ്സ് 66. അപ്പോൾ ജനിക്കേണ്ടത് ഹിജ്റയുടെ 8 വർഷം, ഹിജ്റയുടെ 8 വർഷം മുമ്പ്. അപ്പോൾ ഹിജ്റ പോകും ആയിഷ ബീവിക്ക് 8 വയസ്സാണുള്ളത്. അങ്ങനെ കണക്കൂട്ടിക്കൂടെ? അതിനൊപ്പിച്ച് അസ്മാ ബീവിൻ്റെ വയസ്സും കണക്കൂട്ടിക്കൂടെ? അതിനൊപ്പിച്ച് അസ്മാ ബീവിൻ്റെ കണക്ക് അങ്ങോട്ടും കൂട്ടിയാൽ മതിയല്ലോ, 10 വയസ്സ് വ്യത്യാസമാക്കിയിട്ട്. എന്നിട്ട് ഈ ഒരു കണക്ക് യഥാർത്ഥത്തിൽ കണക്ക് ശരിയാണ്. 10 വയസ്സ് കൃത്യം എന്ന് വെച്ചാൽ പ്രശ്നമുള്ളൂ. എന്തുകൊണ്ട്? അസ്മാ ബീവി റളിയല്ലാഹു അൻഹയെ വയസ്സും ആയിഷ ബീവി വയസ്സും പറഞ്ഞു കൊടുത്ത് പലരും 10 എന്നല്ല പറഞ്ഞു, 10-ൽ ചില്ലാനെന്ന. അപ്പം ഈ രണ്ട് കണക്കോട് ഒപ്പിച്ചാൽ അസ്മാ ബീവി റളിയല്ലാഹു അൻഹു ഹിജ്റ 73-ൽ വഫാത്താകുമ്പം 100 വയസ്സാകുമ്പം അവർ ജനിക്കുന്നത് ഹിജ്റയുടെ 27 വർഷം മുമ്പ്. ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് ഹിജ്റ 58-ല്, അന്ന് 66. അപ്പോൾ ജനിക്കുന്നത് ഹിജ്റയുടെ 8 വർഷം മുമ്പ്. അപ്പോൾ അവർ രണ്ടാളും തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം എത്ര? 19 വയസ്സ്. അപ്പോൾ 10-ൽ ചില്ലാനം കണക്കായി. 10-ൽ ചില്ലാനം. അപ്പോൾ രണ്ട് കണക്കനുസരിച്ചുകൊണ്ട് അമൽ ചെയ്തിട്ട് 10 എന്നത് പിടിക്കാതെ ബിൽഅത്ത് അശറ എന്ന് പറഞ്ഞതല്ലേ തോന ഇമാമിങ്ങളും 10-ൽ ചില്ലാനം വയസ്സ് വ്യത്യാസമുണ്ട്, 19 വയസ്സ് വ്യത്യാസം എന്ന് പറഞ്ഞൂടെ? അങ്ങനെ പറയാതെ ഒരു ഭാഗത്തെ കണക്ക് കൃത്യമാണ് എന്ന് പറയാം, മറ്റേ ഭാഗത്ത് പയച്ചതാണ് എന്നും പറയാം. ഇതിനൊക്കെ കണക്കൂട്ടാതെ വിശ്വസിക്കണമല്ലേ കിട്ടുള്ളൂ. ഇയാൾ ഇവിടെ ഒരു വർത്തമാനം പറയുന്നുണ്ട്. ഓക്കെ, മഹദി ആയിഷയുടെ ജനന വർഷമായി AD 614 കണക്കാക്കപ്പെടുന്നത് പിൽക്കാലഘട്ടത്തിൽ വന്നു ചേർന്ന പിഴവായി മാത്രമേ ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. മുസ്ലിം സമൂഹം തങ്ങളുടെ മതപരമായ വിധികൾക്ക് ആധാരമായി ഉപയോഗിക്കുന്ന സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം എന്നിവയിലും മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായത്തെക്കുറിച്ചുള്ള അബദ്ധധാരണകൾ ഇത്തരത്തിൽ കയറിക്കൂടിയതാവാൻ മാത്രമേ തരമുള്ളൂ. ഇത് പറഞ്ഞതോടെ ഈ പറഞ്ഞ കണക്ക് പറഞ്ഞു കാണ്ടാണ്. ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ അബദ്ധം കടന്നുകൂടിയതാണ്. ഇന്നിപ്പോൾ തിരുത്തിയുണ്ട്, ബുഖാരി മുസ്ലിം ഒക്കെ സഹിയാന്ന് പറയുന്നുണ്ട്. എന്തൊരു അബദ്ധാണ്. ഒരു ഭാഗത്തേക്ക് മാത്രം കണക്ക് ശരി. അസ്മാ ബീവിൻ്റെ ജനനവും മരണവും പറഞ്ഞൊക്കെ കണക്ക് ശരി, ആയിഷ ബീവിൻ്റെ പറഞ്ഞത് ശരിയല്ല. എന്നിട്ട് 10-ൽ ചില്ലാറെന്ന് പറഞ്ഞവും ശരിയല്ല, 10 എന്ന് പറഞ്ഞാൽ എടുക്കും വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ഗവേഷണം ചെയ്ത് കണ്ടാണ് ഈ ഇമാമിങ്ങളെയും കിതാബുകളെയും അയിമ്മത്തിനെയും മുഴുവനും തള്ളിടുന്നത്. അതുപോലെ മറ്റൊരു കണക്ക്, 4-മത് ഇത് ആയിഷ ബീവിൻ്റെ വയസ്സിൻ്റെ പ്രായം പറഞ്ഞതൊന്നും ശരിയല്ല, പുതുക്കി പറയണം. എനിക്ക് ഇനി പറഞ്ഞ തെളിവ്, ഇനി പറഞ്ഞപ്പോൾ വേറെ തെളിവ് കേട്ടോളി. ആയിഷ
സഹീഹ് അൽ ബുഖാരി 2297 ഹദീസ്. തൻ്റെ ചെറുപ്പകാലത്ത് പിതാവ് ഇസ്ലാം സ്വീകരിച്ചതിനെ തുടർന്ന് അനുഭവിച്ച പ്രശ്നങ്ങളും പിതാവായ അബൂബക്കർ എത്യോപ്യയിലേക്ക് ഹിജ്റ ചെയ്തതുമെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ വിവരിക്കുന്നുണ്ട്. AD 613 മേൽ പറഞ്ഞ എത്യോപ്യയിലേക്കുള്ള പലായനം നടന്നത് എന്നത് മുസ്ലിം ചരിത്രകാരന്മാർ കക്ഷിഭേദമന്യേ അംഗീകരിക്കുന്ന വസ്തുതയാണ്. അപ്പോൾ ചില തൽപര കക്ഷികൾ 614 ജനിച്ചവൾ എന്ന് കുപ്രചരണം നടത്തപ്പെടുന്ന ആയിഷ റളിയല്ലാഹു അൻഹ 613 നടന്ന സംഭവത്തിന് എങ്ങനെ ദൃക്സാക്ഷിയാകും? അതാ കണക്ക്. ചോദ്യം കണ്ടോ? ഇതൊക്കെ സ്വന്തം പറഞ്ഞുണ്ടാക്കുന്ന കണക്കല്ലേ. 613 അബ്ശീനിലേക്ക് യാത്ര തുടങ്ങിയത് ശരിയാണ്. പക്ഷെ ആദ്യം പോയ അബ്ദുല്ലാഹിബിന് ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ പോയ അക്കൂട്ടത്തിൽ സിദ്ദീഖുള്ളാഹു പോയിട്ടില്ല. അതൊരു വസ്തുതയാണ്. ബുഖാരിൻ്റെ ഹദീസ് നോക്കിയാൽ കാണാം. ഈ പറഞ്ഞ ഹദീസ് തന്നെ നോക്കിയാൽ കാണാം. 2297 ഹദീസ് തന്നെ പറയുന്നുണ്ട്. സിദ്ദീഖുൽ അക്ബർ ആ കൂട്ടത്തിലല്ല പോയത്. പോകാൻ വേണ്ടി മുതിർന്നു, യാത്ര പോയി. കുറേ കാലം കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് അവിടുന്ന് തിരിച്ചു വരികയാണ് വഴിയിൽ വെച്ചിട്ട്. വേറൊരു സ്വഹാബി, വേറൊരു മഹാനായ വ്യക്തി അവർക്ക് അഭയം നൽകുകയാണ്. എന്നിട്ട് അവർ തിരിച്ചു വന്നിക്കല്ലേ. എന്താ അബുദ്ദുഹന, ഇബ്നു ദുഹനയുടെ സംരക്ഷണത്തിനായി സിദ്ദീഖുള്ളാഹു തിരിച്ചു പോരുമ്പോൾ സിദ്ദീഖുള്ളാഹു ഒറ്റക്കൊള്ളു കൂടല്ല. അത് എത്യോപ്യയിലേക്ക് പോകുന്നവർ പോയിൻ്റെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ്. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത്. എന്നിട്ട് ഏതോ ഒരു യാത്രയുടെ കണക്കെടുത്ത് കണ്ട് അറിയാം സിദ്ദീഖുള്ളാഹു എന്ന് പോയത് കണക്കിലില്ല. എന്നിട്ട് അതിമക്കൂടെ വെച്ച് ചാർത്തുക. എന്നിട്ട് അങ്ങനെ വെക്കുമ്പം ആയിഷ ബീവി ജനിക്കുന്നതിൻ്റെ മുമ്പത്തെ ചരിത്രം എങ്ങനെ ആയിഷ ബീവിക്ക് പറയാൻ കഴിയും എന്നൊക്കെ ചോദിക്കാൻ ഏതെങ്കിലും ഒരു ഹദീസായിട്ടൊരു ബന്ധം വേണ്ടേ? അതിനെപ്പറ്റി പറഞ്ഞാൽ അന്ന് ആയിഷ ബീവി കുട്ടിയായിട്ട് അവിടെ ഉണ്ട്. ആ സമയത്താണ് സിദ്ദീഖുള്ളാഹു പോകുന്നതും തിരിച്ചു വരുന്നതും. ആ ഹദീസ് തന്നെ വ്യക്തമാണ്. അത് തെളിവാക്കുക. ഏതോ ഒരു വ്യക്തമായി വന്നത് കണക്കിനിക്ക് മുത്അം ബിൻ അദി എന്ന ആള് അവരുടെ പുത്രന് വേണ്ടി ജുബൈർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹാലോചന നടത്തുന്നതിൻ്റെ മുമ്പ് കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു, ഉറപ്പിച്ചിരുന്നു. അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ അബ്ശീനിലേക്ക് പോകാൻ ഒരുങ്ങിയതിൻ്റെ മുമ്പാണ്. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നിരിക്കൽ ഉണ്ടാവൂല, അങ്ങനെ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഇല്ലാത്ത ആയിഷനെ എങ്ങനെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കും? ഇതാണ് ചോദ്യം. ആ ചോദ്യം തന്നെ അബദ്ധമാണ്. വയസ്സ് ഹിജ്റ 8 ആയിഷ റളിയല്ലാഹു അൻഹ ജനിച്ചു എന്ന് പറയുന്നത്. അതിൻ്റെ എത്രയോ കാലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബ്ശീനയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, ചരിത്രം അതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ കുട്ടിയായപ്പോൾ തന്നെ വിവാഹാലോചന നടത്തപ്പെട്ടിട്ടുണ്ട്. അത് അനുയോജ്യമായ പെൺകുട്ടികളെ കണ്ടാൽ കല്യാണാലോചന നടത്തൽ ഇന്നും പതിവാടുന്ന്. കല്യാണാലോചന 18 വയസ്സായതിൻ്റെ മുമ്പ് നടത്താൻ പാടില്ല എന്നൊന്നുമില്ല. ആരും കണ്ടുവെക്കാന്നുള്ളത് തന്നെയാണ്. പലരും തന്നെ ചെയ്യുന്നതുമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായാൽ എൻ്റെ മകനെ എൻ്റെ മോളെ കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ മകളെ എൻ്റെ മകനെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കണം നമുക്ക് തീരുമാനിക്കലുണ്ട്. ചെറിയ കുട്ടിയാവുമ്പം തന്നെ. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസവിച്ച അന്ന് പോലും നിക്കാഹ് ചെയ്ത ചരിത്രം തന്നെ ഉണ്ട്, കിതാബുകളിലുണ്ട്. അപ്പം അതങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ചെറുപ്രായത്തിൽ ജുബൈർ ബിൻ മുത്ഇം, ജുബൈർ വലിയ സ്വഹാബിയാണ്, പിന്നീട് വിശ്വസിച്ച ആളാണ്. ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് നിക്കാഹ് കുറച്ചിട്ടുണ്ട്. അതാണ് ഖൗല റളിയല്ലാഹു അൻഹ പോയി കല്യാണം ആലോചിച്ചപ്പോൾ
ഉമ്മു റൂമാൻ പറഞ്ഞത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കല്യാണം ഉറപ്പിച്ചാൽ ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് പിന്മാറുന്ന ആളല്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കട്ടെ എന്നിട്ട് ഇത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ജുബൈർ ബിൻ മുത്ഇമിൻ്റെ പിതാവായ മുത്ഇം ബിൻ അദീൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. വീട്ടിൽ ചെന്നപ്പോൾ ജുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഉണ്ട് അവിടെ. ഈ ഹദീസിൽ ആ ഉമ്മനെ പറ്റി പരിചയപ്പെടുത്തുന്നത് ഉമ്മു സബിയ്യ് എന്നാണ് അൽ ബിദാഅത്ത് വന്നിഹായ പറയുന്നത്. കുട്ടിയുടെ ഉമ്മ. കുട്ടിയാരാ? ജുബൈർ. അങ്ങനെ കുട്ടിയുടെ ഉമ്മയാണ് അവിടെ സംസാരിച്ചത്. എന്താ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭീഷണിപ്പെടുത്തി, നിങ്ങൾക്ക് എൻ്റെ മകനെ കൊണ്ട് മോളെ കെട്ടിച്ചിട്ട് എൻ്റെ മോനെയും വഴിപാപ്പിക്കാനല്ലേ, അത് ഞങ്ങളെ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു. ചീത്ത പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജുബൈറിനോട് മുത്ഇമിനോട് ചോദിച്ചു, പിതാവിനോട് ചോദിച്ചു, എന്താണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? അവിടെ സംഗതി ഓൾ പറഞ്ഞു തന്നെയാണ്, എന്നായിക്കോട്ടെ ഞാനും പിന്മാറി അറിയാൻ തിരിച്ചു വരിക ചീത്ത അറിഞ്ഞപ്പോൾ അങ്ങനെ അവർക്ക് മറുചേരിയിൽ നിന്ന് മുത്ഇം ബിൻ അദീൻ്റെ ഭാഗത്തിൽ നിന്ന് കല്യാണത്തിൽ നിന്ന് പിന്മാറ്റമുണ്ടായപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിഷാബിനെ കെട്ടിച്ചു കൊടുക്കുന്നത്. ചരിത്രം അതല്ലേ? എന്താ വിവാഹാലോചന നടത്തണമെങ്കിൽ 15 വയസ്സ് കഴിയണമെങ്കിൽ 18 വയസ്സ് കഴിയണം എന്ന നിബന്ധന ഒരു കാലത്തും വന്നിട്ടില്ലല്ലോ. നീ നമ്മളോട് കഴിഞ്ഞ് വരുമോയെന്ന് അറിയില്ല. എന്നിട്ട് അതെടുത്തിട്ടാണ് ചോദിക്കുന്നത്, അങ്ങനെ ഒരു കല്യാണാലോചന ആദ്യം നടത്തണമെങ്കിൽ വലിയ പെണ്ണാണ്ടേ? അതൊക്കെ അബദ്ധങ്ങളായ ഇജ്തിഹാദുകൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനുവേണ്ടി ഇന്ന് ഗവേഷണം എന്നോ ഇജ്തിഹാദ് എന്നോ പരസ്പരം ചെമ്മയിലെന്നോ പറയില്ല. പിന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ 8ാമത്തെ വർഷത്തിൽ 8ാമത്തെ വർഷം ഹിജ്റയുടെ 8 വർഷം മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹ ജനിച്ചു എന്നത് ശരിയല്ല, അതിൻ്റെ എത്രയോ മുമ്പ് ജനിക്കണം എന്ന് പറയാൻ വേണ്ടി തെളിവ് പറഞ്ഞ എന്താ? സൂറത്തുൽ ഖമറിലെ 46ാമത്തെ ആയത്ത്, ബലിസ്സാഅത്തു മൗഇദുഹും വസ്സാഅത്തു അദ്ഹാ വഅമർ എന്ന് പറയുന്ന ആ ആയത്ത് സൂറത്തുൽ ഖമറിൽ നിന്ന് ഓതിയത് ഞാൻ ചെറുപ്രായത്ത് കുട്ടിയായ കാലത്ത് തന്നെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ആ സൂറത്താണെങ്കിൽ പിന്നെ മൂപ്പര് കണക്കൂട്ടി പറയാണ്, ആ സൂറത്താണെങ്കിൽ ഖുർആൻ ഇറങ്ങൽ തുടങ്ങിയിട്ട് 4ാമത്തെ വർഷത്തിൽ ഇറങ്ങിയതുമാണ്. അപ്പോൾ ഹിജ്റയുടെ 8 വർഷം മുമ്പ് ജനിച്ച ആയിഷ ബീവി അതിനേക്കാളും ആയിഷ ബീവിക്ക് 1 വയസ്സുണ്ടാവുമ്പം 13 വയസ്സല്ലേ? അപ്പോൾ ജനിക്കുന്ന കൊല്ലത്തിൻ്റെ 1 കൊല്ലം മുമ്പ് ഇറങ്ങിയ ആയത്തെങ്ങനെ കാണാതെ പഠിക്കും? ഇതാ ചോദ്യം. അതുകൊണ്ട് അതിന് മുമ്പ് ഇറങ്ങിയതാവണ്ടേ? എന്താണ് ഒരു ഇസ്ലാമിക ചരിത്രം പോലും അറിയില്ല എന്നാണ് മനസ്സിലാകുന്നത് വിശദീകരണം കേട്ടാൽ. കാരണം എന്താ? വഹയിൻ്റെ പ്രാരംഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40ാമത്തെ വയസ്സിലാണ് ആദ്യ സ്വപ്നത്തിൽ കൂടെ വഹി വന്നു. പിന്നെ ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ വന്ന് ഇഖ്റ ഓതി കൊടുത്തു. പിന്നെ ഫത്തറൽ വഹിയൂന്ന, പിന്നെ ഫത്തറത്തിൻ്റെ കാലം ഉണ്ടായിട്ടുണ്ട്. 3 വർഷം പിന്നെ ഒരു വഹിയും ഉണ്ടായിട്ടില്ല. അതാ ചരിത്രവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം. അതാ ബുഖാരി 2 ഹദീസ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിൻ്റെ ശേഷം 23 കൊല്ലം ജീവിച്ചു. മദീനയിൽ 3 കൊല്ലം 10 കൊല്ലം ജീവിച്ചു. വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടി. ഖുർആൻ ഇറങ്ങിയും കൊണ്ട് 10 വർഷം ജീവിച്ചു. 10 വർഷം മദീനയിലും. കണക്കൊക്കെ ശരി തന്നെയാണ്. കാരണം എന്താ? ഫത്രത്തുൽ വഹീൻ്റെ കാലം 3 കൊല്ലമാണ്. ഇഖ്റ ബിസ്മി ഇറങ്ങിയ ശേഷം പിന്നെ സൂറത്തുൽ മുസമ്മിൽ അല്ലെങ്കിൽ സൂറത്തുൽ മുദ്ദസിറൊക്കെ ഇറങ്ങുന്നത് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ്. പിന്നീടാണ് തതാബഅൽ വഹ്യു എന്നൊക്കെ ബുഖാരിയുടെ ഹദീസ് കാണാം. അപ്പം ആ വഹി ലഭിച്ചിട്ട് 3 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ 4ാമത്തെ കൊല്ലത്തിലാണ് സൂറത്തുൽ ഖമർ ഇറങ്ങുന്നത് എങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ 2 വയസ്സുണ്ടാകും. 2 വയസ്സിലെന്താ ഒരു ഈ സൂറത്ത് കാണാൻ പഠിച്ചൂലേ? ഇന്നിപ്പോൾ 2 വയസ്സായാലും 1 വയസ്സായ കുട്ടികൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കുട്ടികൾ തന്നെ പിന്നെ ബുദ്ധി കൂർമ്മതയുള്ള ചെറുപ്പത്തിൽ തന്നെ വലിയ ബുദ്ധിയും ഹിഫുദുമുള്ള ആയിഷ ബീവി 2ാം വയസ്സിൽ എന്താ സൂറത്തുൽ ഖമറിൽ ആയത്ത് പഠിക്കണേന്? അതിൻ്റെ തള്ള ആവണം എന്ന് പറയേണ്ട ആവശ്യം എന്തുണ്ട്? അതൊക്കെയാണ് വയസ്സ് കൂടണം. നമ്മൾ പറഞ്ഞത് കിതാബുകളിൽ പറഞ്ഞൊന്നും തെളിവ് ശരിയല്ല, കുറേ കൂട്ടി പറയണം വയസ്സ് എന്ന് പറഞ്ഞ് തെളിവ് പറഞ്ഞത്.
ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം ഇതുവരെ ആയിഷ ബീവിയും ഇമാമിയങ്ങളും പറഞ്ഞതല്ല എന്നതിനേക്ക് തെളിവായി ഇദ്ദേഹം പറയുന്ന മറ്റൊരു ന്യായം. എന്തിനധികം തിരുദൂതരും സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹ വർഷത്തിൽ പോലും അത്യുന്നതരായ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. വിമർശകർ പൊതുവെ AD 622 ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹം നടന്നതെന്ന് വാദിക്കുമ്പോൾ ഇസ്ലാമിക ലോകം കണ്ട ഏറ്റവും ഉന്നത പണ്ഡിതരൊരാളായ ഇമാം അൽ നവവി AD 624 ബത്തൽ ഓഫ് ബദറിനു ശേഷം AD 625 തുടക്കത്തിലാണ് ഈ വിവാഹം നടക്കുന്നതെന്ന് തൻ്റെ കിതാബു തഹ്ദീബുൽ അസ്മാ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. മേൽ പറഞ്ഞ കണക്കു കൂടി ചേർത്ത് വായിക്കുമ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള വിവാഹ സമയത്ത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം ചുരുങ്ങിയത് 22 വയസ്സിനു മുകളിലായിരിക്കും. കണ്ടോ? തഹ്ദീബുൽ അസ്മാ വൽ ലുഗാത്തിൽ അങ്ങനെ പറഞ്ഞെന്നാണ് പറഞ്ഞത്. ഞാൻ വായിച്ചല്ലോ. തഹ്ദീബുൽ അസ്മാ വൽ ലുഗാത്തിൽ പറഞ്ഞ വിഷയം കേട്ടോളൂ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ തഹ്ദീബുൽ അസ്മാ മുമ്പ് ഉദ്ധരിച്ചിട്ട് ഒന്നും കൂടി ഉദ്ധരിക്കുകയാണ്. തസവ്വജഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമക്കത ഖബ്ലൽ ഹിജ്റതി ലിസനതൈനി ഫീ ഖൗലി അബീ ഉബൈദത വഖാല ഗൈറുഹു ബിസലാസി സിനീൻ. മക്കയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. അബൂ ഉബൈദ എന്നിവരുടെ കൗല് പ്രകാരം 2 വർഷം മുമ്പ്, ബാക്കിയുള്ളവരുടെ കൗല് പ്രകാരം 3 വർഷം കൊണ്ട് വരെയും ചില്ലറ. വക്കീല ബിസനത്തി വനിസ്ഫിൻ 1.5 കൊല്ലം മുമ്പാണെന്ന് അഭിപ്രായമുണ്ട്. വഹിയ ബിന്തു സിത്തി സിനീന. അന്ന് ഏതായാലും ആയിഷ ബീവിക്ക് 6 വയസ്സിലാണ് നിക്കാഹ് നടക്കുന്നത്. വക്കീല സബഇൻ 7 അഭിപ്രായമുണ്ട്. വല്ലവ്വലു അസഹു 6 ശരി. നബിമാമ പറഞ്ഞത് നബി തങ്ങൾ ആയിഷ ബീവിയെ വിവാഹം ചെയ്യുമ്പോൾ 6 വയസ്സാണ് എന്നുള്ളതാണ് അസഹ്, ഏറ്റവും പ്രാമാണികമായത്. 8 എന്നുള്ളത് ഒരു അഭിപ്രായം മാത്രമേ പരിഗണിക്കാൻ പറ്റുള്ളൂ, അസഹല്ല. നബിമാമയുടെ 8 പറഞ്ഞു വല്ലവ്വലു അസഹു. എന്നിട്ട് പറയുന്നത് വബനാബിഹ ബഅദൽ ഹിജ്റത്തി ബിൽ മദീനത്തി ബഅദ മുൻസറിഫിഹി മിൻ ബദർ ഫീ ശവ്വാൽ സനത ഇസ്നതൈനി ബിൻത 9 സിനീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ നിന്ന് തിരിച്ചു വന്ന കൊല്ലം ശവ്വാലിൽ, ഹിജ്റിൻ്റെ ശേഷം ബദർ യുദ്ധം കഴിഞ്ഞ് ശവ്വാൽ മാസത്തിൽ 9 വയസ്സായ സമയത്താണ് ആയിഷ ബീവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ വയസ്സ് 22 വയസ്സ് നല്ല നബിമാമ നിക്കാഹ് നടക്കുമ്പം 6 വയസ്സാണ് 7 വയസ്സാണെന്നുള്ള ശരി അസഹല്ല, പ്രബലല്ല. വീട്ടിൽ കൂടുമ്പം ആയിഷ റളിയല്ലാഹു അൻഹക്ക് 9 വയസ്സാണുള്ളത്. വക്കീല ബനാബിഹ ബഅദൽ ഹിജ്റത്തി ബിസബ്അത്തി അശ്ഹുരിൻ വഹിയ ലഈഫുൻ. ഹിജ്റ കഴിഞ്ഞ് 7ാമത്തെ വർഷത്തിൽ വീട്ടിൽ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ലഈഫാണ്. അപ്പം നബവി ഇമാം ഇവിടെ പറയുന്നത് ചെറിയ വയസ്സുകൾക്കുള്ള ദിവസങ്ങൾക്കുള്ള വ്യത്യാസത്തെ കണ്ടിക്കുന്നത് എന്നല്ലാതെ കൊല്ലങ്ങൾക്കുള്ള വ്യത്യാസത്തല്ല. ഇത് നബി ഇമാം റാജിയാക്കുന്നു. നബി തങ്ങൾ നിക്കാഹ് ചെയ്യുമ്പോൾ 6 വയസ്സാണ്, നബി തങ്ങൾ വീട്ടിൽ കൂടുമ്പോൾ 9 വയസ്സാണ് എന്ന് വ്യക്തമായി തഹ്ദീബിൻ്റെ ഇബാറത്ത് ഞാൻ വായിക്കുന്നത്. എന്നിട്ട് നബി ഇമാം അങ്ങനെ പറഞ്ഞിരിക്കണ്. ഏതോ എനിക്ക് തോന്നുന്നു ഇയാൾ കിതാബൊന്നും നോക്കാതെ അയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പുകളോടോ ചോദിച്ചിട്ടുണ്ടാവും. നബിമാ അങ്ങനെ വല്ലതും പറഞ്ഞിക്കണോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് 22ാമത്തെ വയസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ഇത്ര വ്യക്തമായി നബിമാ പറഞ്ഞതൊക്കെ സത്യം മറച്ചു വെച്ചുകൊണ്ട് പറയാൻ കഴിയുക? ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല അങ്ങനെ പറയാൻ. മഹാന്മാരായ ഇമാമിയങ്ങൾ, അതുപോലെ ആയിഷ ബീവി അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരും റിക്കാർഡാക്കി വച്ച ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രായം അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി ഈ മനുഷ്യൻ നിറവിൽ നിറച്ചു വച്ചിട്ടുള്ള അബദ്ധം കണ്ടുപിടുത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഖദീജ ബീവി വഫാത്തായതിൻ്റെ ശേഷം കല്യാണം കഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുട്ടികളെ നോക്കാൻ വേണ്ടിയാണ്. ആ കുട്ടികളെ നോക്കാൻ വേണ്ടി വിവാഹം ചെയ്യുമ്പോൾ ഒരു ചെറിയ പിഞ്ചു പൈതലിനെ 6 വയസ്സായ എങ്കിൽ 5 വയസ്സായ പിഞ്ചു പൈതലിനെ അവരെക്കാളും 10-12 വയസ്സുകാരുള്ള കുട്ടികളെ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുമോ? നോക്കി, AD 619 നടന്ന ഈ വിവാഹാലോചനയുടെ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ AD 616 ജനിച്ച വ്യക്തിയാണെങ്കിൽ 5 വയസ്സിൽ താഴെ മാത്രമേ പ്രായമുള്ളൂ. തിരുദൂതരുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇളയ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പോലും അന്ന് 14 വയസ്സ് പ്രായമുണ്ട്. ഭാര്യ മരിച്ച് തൻ്റെ കുട്ടികൾക്ക് ആശ്രയമായി രണ്ടാമത് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്ന വ്യക്തിക്ക് തൻ്റെ ഏറ്റവും ഇളയ കുട്ടിയേക്കാളും 10 വയസ്സിനടുത്ത് പ്രായം കുറവുള്ള ഒരു കുടുംബത്തിൻ്റെ യാതൊരു ബാധ്യതയും ഏറ്റെടുക്കാൻ കെൽപ്പില്ലാത്ത കേവലം ഒരു പിഞ്ചുബാലികയെ ഖൗല ബിൻത്ത് ഹക്കീം റളിയല്ലാഹു അൻഹ എന്ന സ്ത്രീ ആലോചന കൊണ്ടുവരുമോ? എന്നിട്ട് പറയാണ്, സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ചാൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഫാത്തിമ റളിയല്ലാഹു അൻഹയേക്കാൾ ചുരുങ്ങിയത് 3-4 അതിൽ കൂടുതലോ വയസ്സുണ്ടായിരിക്കൽ അത്യാവശ്യമാണ്. ഇതാണ് അടുത്ത കണ്ടുപിടുത്തത്തിനുള്ള മൂപ്പർക്കുള്ള ഡാറ്റ. വല്ലാത്ത ഡാറ്റ തന്നെയാണ് ഇതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബം നോക്കാൻ വേണ്ടി ആയിഷ ബീവിനെ കല്യാണം കഴിച്ചു എന്ന് ആരാ പറഞ്ഞത്? മദീനയിൽ വെച്ച് നിക്കാഹ് ചെയ്തു, അത് സത്യമാണ്. മക്കയിൽ വെച്ച് നിക്കാഹ് ചെയ്തു. എന്നിട്ട് മദീനയിൽ വെച്ച് ബദർ യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വീട്ടിൽ കൂടുന്നത്, അതും സത്യമാണ്. ഇതിൻ്റെ ഇടയിൽ നിക്കാഹ് ചെയ്തിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ സിദ്ദീഖുൽ അക്ബറിൻ്റെ കൂടെ തന്നെ താമസിക്കുന്നത്. അന്ന് ഫാത്തിമ ബീവിയെ ആയിഷ ബീവിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിക്കണോ? എൻ്റെ ഇളയമാണ് പോയി അവിടെ പോയി നോക്കിക്കോളൂന്ന്. അല്ലെങ്കിൽ ആയിഷ ബീവി ഫാത്തിമ നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന ചരിത്രമുണ്ടോ? അങ്ങനെ ഒരു ചരിത്രം ഉണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ഫാത്തിമ ബീവിനെ നോക്കണമെങ്കിൽ കുറച്ചെങ്കിലും പ്രായമോ പക്വതൊക്കെ വേണ്ടേ, കുറച്ചും കൂടി വയസ്സ് വേണ്ടേ? 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സ് എന്താണ് അത് പറയാമായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ലോകത്ത്. ഇത് കഴിഞ്ഞു പോയ ചരിത്രമല്ലേ. ഫാത്തിമ ബീവിനെ നോക്കാൻ വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ച ചരിത്രമില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അന്ന് 7 വയസ്സൊന്നും അല്ലെങ്കിൽ 5 വയസ്സ് അവർ കുറച്ചും കൂടെ പക്വത വേണ്ടതെന്ന് പറയായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. നബി തങ്ങൾ ആയിഷ ബീവിയെ കല്യാണം കഴിക്കേണ്ട ഫാത്തിമാവിനെ കുടുംബത്തിനെ നോക്കാനേ അല്ലല്ലോ. ആ ഒരു ആവശ്യം വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗദാ ബീവിനെ നിക്കാഹ് ചെയ്യുകയും അവരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതല്ലേ യാഥാർത്ഥ്യം. ആയിഷ ബീവിനെ കല്യാണം കഴിച്ചത് അതിന് വേണ്ടിയാണ്, കുടുംബം നോക്കാനാണ് എന്ന് ആരെങ്കിലും ഒരു പൊട്ടം പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടല്ലേ ബുദ്ധിയുള്ളവർ പറയാ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ആയിഷ ബീവിക്ക് ഫാത്തിമ അവരേക്കാളും വയസ്സ് വേണം എന്ന്. യഥാർത്ഥത്തിൽ ആയിഷ ബീവി നബി തങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് തന്നെ ഫാത്തിമ ബീവിൻ്റെ കല്യാണത്തിൻ്റെ അന്നോ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ തൊട്ട് മുമ്പോ തൊട്ട് ശേഷമോ ആണ്. നബി തങ്ങൾ കല്യാണം കഴിച്ചതിൻ്റെ ശേഷം കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ ശേഷം പോലും, വിവാഹം ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ ശേഷം പോലും ഫാത്തിമാവിനെ നോക്കാൻ വേണ്ടി ആയിഷ ബീവിനെ ഏൽപ്പിച്ചിട്ടില്ല. എന്നിട്ട് വെറുതെ ഇജ്തിഹാദാണ് ചെയ്യുന്നത്, എന്തെങ്കിലും അത് ഡാറ്റയാണ് എന്നും പറഞ്ഞു കണ്ട്. അതുപോലെ മറ്റൊരു പ്രയോഗമാണ് നാഗരികതയോ നാഗരിക വിജ്ഞാനമോ ഇല്ലാതിരുന്ന ഒരു ജനത ചരിത്രത്തിൽ ആദ്യമായി തങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തി തുടങ്ങിയപ്പോൾ ഉണ്ടായ കേവലം ഒരു അക്ഷരത്തെറ്റോ പിഴവോ മാത്രമാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹ സമയത്തെ അവരുടെ പ്രായം രേഖപ്പെടുത്തുന്നതിൽ സംഭവിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായം 9 ആണെന്നതിന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്ത കാലത്തും പിന്നീടും ജീവിച്ചിരുന്ന അത്യുന്നതരായ ഇസ്ലാമിക പണ്ഡിതർ തന്നെ ഗണ്ണിക്കുകയും മഹദി ആയിഷ വിവാഹ സമയത്ത് പ്രായവും പക്വതയും എത്തിയ 18 അതിലധികമോ വയസ്സുള്ള ഒരു യുവതിയായിരുന്നെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.
ആര് രേഖപ്പെടുത്തിയിട്ടുണ്ട്? ആരും രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. ഒരാൾ പോലും രേഖപ്പെടുത്തിയിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പക്വത ഉണ്ടായിരുന്നു, അത് ശരിയാണ്. ബുദ്ധി കൂർമ്മതയുണ്ടായിരുന്നു, അതും ശരിയാണ്. വയസ്സായിരുന്നു, വയസ്സ് കൂടുതലായിരുന്നു, 18 20 25 വയസ്സായിരുന്നു എന്നാരും പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ ലുഅബുഹ മഅഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ കളിക്കോപ്പുകൾ അവരെടുത്ത് ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ. ഇമാമിങ്ങൾ പറയുന്നു, മുസ്ലിമിൻ്റെ ഹദീസാണ്, നബി ഇമാം അടക്കം പറയുന്നു, അത് വളരെ പ്രായം കുറഞ്ഞ കുട്ടിയാണെന്ന് വരുത്താനാണ് ആ ലുഅബുഹ മഅഹ എന്നവിടെ കൊടുത്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം നബി ശറഹ് മുസ്ലിം പറയണ്, വകാനത്ത് ആയിഷത്തു ഖദ് ശബ്ബത്ത് ശബാബൻ ഹിസ്സാ. ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന 9ാമത്തെ വയസ്സിൽ ഇസ്സ നിരക്ക് നേരിട്ട് ശാരീരികമായി നല്ല വളർച്ച ഉള്ളവരായിരുന്നു. അങ്ങനെ ഇമാമികൾ പറഞ്ഞിട്ട് ശാരീരികമായി ഒരു ഭർത്താവുമായി കുടുംബജീവിതം നയിക്കാൻ യോഗ്യതയുള്ള ശരീരപ്രകൃതി ഉണ്ടായിരുന്നു. ശാരീരികമായും മാനസികമായും വളർച്ചെത്തിയവരായിരുന്നു. ഇതാ ശറഹ് മുസ്ലിം പറഞ്ഞിട്ടുള്ളത്, എന്നല്ല വയസ്സെത്തിയായിരുന്നു എന്നല്ല. ഈ കാസിമിക്ക് ഇങ്ങനെയുള്ള ഒരു ആശയം എവിടുന്ന് വന്നു? എല്ലാ ഇമാമിങ്ങളെയും തള്ളുക, എന്നിട്ട് പുതിയ പഠനം നടത്തുക, എന്നിട്ട് അതാണ് ശരിയെന്ന് പറയുക. അതിനൊക്കിപ്പോൾ ഏകദേശം അയാൾക്കുള്ള തെളിവ് മുഴുവൻ അദ്ദേഹം പറഞ്ഞു. അതിൽ ഒന്നിലും ഇന്ന സമയത്താണ് ആയിഷ റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ വിവാഹം ചെയ്യുമ്പം 22 വയസ്സാണ് 30 വയസ്സാണ് ഒരൊറ്റ തെളിവ് പോലെ കൊണ്ടുവന്നിട്ടില്ല. അയാൾക്ക് ഇജ്തിഹാദ് ചെയ്യാൻ ഉപയോഗിച്ചൊന്നും അത് ശരിയോ ഇജ്തിഹാദ് ചെയ്യുന്ന യോഗ്യവുമല്ല. ഒരു ചെയ്ത് കാടൻ ഇജ്തിഹാദെന്നേ പറയാൻ പറ്റുള്ളൂ, ബുദ്ധിയുള്ളവർ പറയാൻ പറ്റും. ഒരു ഇജ്തിഹാദ് അയാൾ ചെയ്തിട്ടുമില്ല. എന്നിട്ട് അയാളെ സോക്കട് വരുന്നത് ഇവിടുന്ന ചരിത്രത്തെ വിശാലതയോടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പാശ്ചാത്യ പണ്ഡിതരും അധാർമികവും അനീതിപരവുമായ ഈ ആരോപണങ്ങളെ തള്ളിക്കളയുകയും വിവാഹ സമയത്തെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായം 9 അല്ല 18 അധികമാണെന്ന് കൃത്യമാക്കുകയും ചെയ്തതായി കാണാം. അവിടെ സോക്കട്. അങ്ങനെ ആധുനിക പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളത് പറയണം. പഴയ പണ്ഡിതന്മാർ പറഞ്ഞത് ഒക്കെ തള്ളും വേണം. എന്നിട്ട് കണ്ടോളി, അമേരിക്കൻ ചരിത്രകാരും യൂണിവേഴ്സിറ്റി ഓഫ് കൊളംബിയ, യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ് എന്നിവിടങ്ങളിൽ പശ്ചിമേഷ്യൻ ചരിത്ര വിഭാഗം പ്രൊഫസറുമായ ഡെനീസിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെണ്ണിൻ്റെ പേര് പറയുന്നത്. എന്നിട്ട് ഓൾ അങ്ങനെ പറഞ്ഞിക്കണ്. എന്നിട്ട് ഓൾ പറഞ്ഞ പ്രായം ഇതാണ്. ഓൾ പറഞ്ഞ വിവാഹ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം 9 ആയിരിക്കാം എന്ന് കാണിക്കുന്ന ചരിത്രരേഖകളേക്കാൾ പ്രാമാണികതയും വിശ്വാസ്യതയും കൂടുതലാണ്. അവരുടെ വിവാഹപ്രായം 19നും 21നും ഇടക്കാണ് എന്ന് കൃത്യപ്പെടുത്തുന്നവക്കുള്ളത്. ഈ അടുത്ത കാലം വരെ ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹ സമയത്ത് യുവതിയും അവർ ദൈവദൂതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ താരതമ്യേന പ്രായം കുറഞ്ഞവരുമായിരുന്നു എന്നതിനേക്കാൾ ഉപരി അവരുടെ വിവാഹ സമയത്തെ പ്രായത്തെക്കുറിച്ചോ ജന്മവർഷത്തെക്കുറിച്ചോ കൃത്യമായി ഏകീകരിക്കപ്പെട്ട ഒരു ചരിത്ര പഠനവും ഇസ്ലാമിക ലോകം തന്നെ നടത്തിയിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹ സമയത്തെ പ്രായം 9 ആണെന്ന ആരോപണങ്ങൾ അടിസ്ഥാന വിരുദ്ധവും ഗൂഢലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്നവയുമാണ്. ഇതാ ഓള് പറഞ്ഞിട്ടുള്ളത്. 9 അടിസ്ഥാന വിരുദ്ധമാണ്, ഗൂഢലക്ഷ്യമാണ്. ആർക്കാ ഗൂഢലക്ഷ്യം? ആയിഷ ബീവിക്കോ, ഇമാം ബുഖാരിക്കോ, ഇമാം മുസ്ലിമിനോ, തിബിരിക്കോ, നബി ഇമാമിനിക്കോ? ആർക്കാണ് ഈ ഗൂഢലക്ഷ്യം? ഈ പറയുന്ന ലക്ഷ്യം നമ്മളാളായി കൂടിയിട്ട് മുസ്ലിമീങ്ങളെ ആളായി ഇങ്ങോട്ട് ചമയ, എന്നിട്ട് മുസ്ലിമീങ്ങളെ പറ്റി ഇങ്ങനൊരു ആരോപണമുണ്ട്, ആരോപണം തകർക്കണം. 9 വയസ്സ് കല്യാണം കഴിച്ചാൽ ഭയങ്കര മോശമല്ലേ? അതുകൊണ്ട് 28 വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് പറയണം. അതിന് ചരിത്രം ഉണ്ടാക്കണം. അതിന് ചരിത്രം ഉണ്ടാക്കിച്ച ചരിത്രമൊന്നും ചരിത്രമല്ല, അതല്ല അബദ്ധമാണെന്ന് പറയണം. അതേമാതിരി മൂപ്പര് ഒരു അമേരിക്കക്കാരനും ചരിത്രകാരൻ്റെ പേരും കൂടി പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അയാളുടെ പേര് എന്താ, ജൊനാഥൻ AC. ഈ ജൊനാഥൻ AC എന്ന് പറയുന്ന ഈ പഹയനും ഇതേമാതിരി തന്നെ പറഞ്ഞത്. എന്ത്? ഇമാമിങ്ങൾക്ക് ഇതുവരെ രേഖപ്പെടുത്തപ്പെട്ട രേഖകളൊന്നും രേഖയല്ല, അവർക്ക് നാഗരികത ഇല്ലാത്തതാണ്, സംസ്കാരികത ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ആ റിപ്പോർട്ടൊക്കെ തള്ളണം എന്ന് പറയാം. എന്നിട്ട് ഇയാളും തള്ളു തന്നെയാണ് ചെയ്യണതും പോലെ ആ ഒരു
മുസ്ലിമീങ്ങളെ പക്ഷത്ത് കൂടി ചേർന്ന് ഓല് നമ്മൾ നല്ലത് ചമഞ്ഞുകാണ്ട് ചീത്താക്കി. അത് ഇയാൾക്ക് സത്യമായി തോന്നി. എന്നിട്ട് അതിൻ്റെ പിന്നാണ്ട് കൂടി ഇനി ഇമാമികളെ മുഴുവൻ തള്ളുന്ന ഈ ഭാഗത്തെ കാണിച്ചു തരാം. അയാളെന്നെ പറഞ്ഞു കാക്ക ഞാൻ തയ്യാർ ചെയ്യാൻ പോണത്.